ദൈവം നമുക്ക് തന്ന നന്മകളെ പങ്കുവയ്ക്കുമ്പോൾ ആനന്ദം ആഘോഷത്തിൻ്റെ വേലിയേറ്റമായി മാറും. ഞാനിന്ന് എൻ്റെ സുവിശേഷ സൈക്കിൾ യാത്രയിൽ ഒരു വലിയ പട്ടണത്തിലെത്തിയ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ പട്ടണത്തിലെത്തിയപ്പോൾ വൈകുന്നേരം പാർക്കാൻ ഒരിടം ദൈവം തന്നു. അതൊരു ദൈവദാസൻ എന്നെ വിളിച്ചവരുടെ വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിൽ ചെന്നു. അദ്ദേഹവും ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഭാര്യയുടെ പിതാവുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അവിടെ ചെന്ന് വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവായ അപ്പച്ചനുമായിട്ട് വളരെ നേരം ഞാൻ സംസാരിച്ചിരുന്നു. ദൈവം അദ്ദേഹത്തിന് വലിയ നന്മകൾ അദ്ദേഹത്തിൻ്റെ നല്ല യൗവനകാലത്ത് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്തിട്ടുണ്ട് എന്നെന്നോട് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിന് പ്രേരണ എവിടെ നിന്നാണ് ലഭിച്ചത്? ഓരോ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് നമുക്കൊരു പ്രേരണ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രേരണ എങ്ങനെ ലഭിച്ചു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ആ സംഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൾക്ക് 5 വയസ്സ് പ്രായമുള്ള സമയത്ത്, അന്ന് അദ്ദേഹം വളരെ ആർഭാടമായ ജീവിതം നയിക്കുന്ന ഒരു കാലമാണ്. നല്ല ജോലി, വലിയ വരുമാനമുള്ള ജോലി. ആ പട്ടണത്തിൻ്റെ മധ്യത്തിൽ മനോഹരമായ ഒരു വീടും അതിൻ്റെ ചുറ്റുപാടിൽ കൃഷി ചെയ്യാൻ അല്പം സ്ഥലവും ഒക്കെ അദ്ദേഹം സമ്പാദിച്ച ആളാണ്. അദ്ദേഹം ഒരു ദിവസം രാവിലെ പത്രം നോക്കി. അദ്ദേഹം 4 പത്രം ആ കാലത്ത് വരുത്തുന്നയാളാണ്. 2 ഇംഗ്ലീഷ് പത്രങ്ങളും 2 മലയാളം പത്രവും. രാവിലെ അദ്ദേഹം പത്രം നോക്കാനായിട്ട് വന്നിരുന്നു. അന്നത്തെ ദിവസം ആദ്യം എടുത്തത് മലയാള മനോരമയായിരുന്നു. ആ മലയാള മനോരമ പത്രത്തിൽ ആദ്യത്തെ വാർത്ത അദ്ദേഹത്തിന് വലിയ ഞെട്ടൽ, അല്ലെങ്കിൽ എന്തോ ഒരു അത്ഭുതം ഉണ്ടാക്കി. ഈ 4 പത്രത്തിലെ മെയിൻ വാർത്തകൾ അദ്ദേഹം മെയിൻ വാർത്തകളൊന്ന് നോക്കും. പിന്നീട് ആ ദിവസത്തിൻ്റെ അവസാനം വരെയുള്ള സമയം കൊണ്ടാണ് അദ്ദേഹം ആ പത്രങ്ങളൊക്കെ വായിച്ച് തീർക്കുന്നത്, ജോലിക്ക് പോകുന്ന കൂട്ടത്തിലൊക്കെ. എന്നാൽ അന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ ഉൾപ്പെടെ ഒരു വാർത്ത, ബാംഗ്ലൂരിലെ ഒരു വലിയ ധനാഢ്യനായ മലയാളിയുടെ ഏക മകൻ്റെ വിവാഹം. ആ വിവാഹത്തിന് 10 പാവപ്പെട്ട പെൺകുട്ടികളെ ആ കൂടെ അദ്ദേഹം വിവാഹം ചെയ്തയച്ചു. അതായിരുന്നു അന്നത്തെ വാർത്ത. ആ വാർത്ത അദ്ദേഹത്തിനൊരു ചലനം ഉണ്ടാക്കി, മാനസികമായൊരു മാറ്റം ഉണ്ടാക്കി. അദ്ദേഹവും തീരുമാനിച്ചു, എൻ്റെ മകൾ വളർന്ന് അവളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഞാനും 10 നിവൃത്തിയില്ലാത്ത അല്ലെങ്കിൽ സാധുക്കളായ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കും. അതിനുള്ള ചെലവുകളെല്ലാം ഞാൻ ചെയ്യും. ആ പത്രത്തിലെ ആ വാർത്ത കണ്ട അന്ന് മുതൽ അദ്ദേഹം പറയുകയാണ്, അതിനു മുമ്പ് ഞാനൊരു നല്ല മനുഷ്യൻ ആത്മീയനോ ധാർമ്മികനോ പള്ളിയിലധികം പോകുകയും ചെയ്യുന്ന ആളല്ലായിരുന്നു. എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമാണ്. ഒരു വാർത്ത ഒരു മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന മാറ്റം അത്ഭുതകരമാണ്. മലയാള മനോരമ ഒരു സുവിശേഷമായി മാറി. അന്ന് എത്രയോ പേര് ആ പത്രം കണ്ടിട്ടുണ്ടാകും. അതിലൊരാളുടെ വിവരമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ, ഇപ്പം നിങ്ങളോടും പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അന്നത്തെ ദിവസം ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച ഒരു വാർത്തയായിരുന്നു അത്. ദിനംതോറും നമ്മൾ പത്രത്തിൽ വാർത്തകൾ പലത് വായിക്കുന്നുണ്ട്. നമ്മൾ തന്നെ അന്യോന്യം പല വാർത്തകൾ ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ ആളുകൾക്ക് പ്രയോജനമുള്ള വാർത്തകളായി നമ്മുടെ വായിൽ നിന്ന് വരണം എന്ന ഒരു പ്രേരണയാണ് എനിക്കതിലൂടെ ലഭിച്ചത്. നമ്മുടെ നാട്ടിൽ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നതിൽ പകുതി ആളുകളുടെ പ്രശ്നവും നാട്ടുകാരുടെ വാർത്താ വിതരണത്തിലാണ്. വേദനിപ്പിക്കുന്ന, മുറിക്കുന്ന, ജീവനെ ഹനിക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ സത്യമാണെങ്കിൽ പോലും നമ്മളത് പകരുമ്പോൾ ജീവനുകൾ പൊലിയുകയാണ്. അതിനെക്കുറിച്ച് പ്രത്യേകം ഓർക്കണം. എന്നാൽ നമ്മുടെ വാർത്തകളും സംസാരവും വാക്കുകളും ആളുകളെ നല്ലത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം. ചില മനുഷ്യർ പറയാറുണ്ട്, എത്രയോ പേർക്ക് സമ്പന്നരായ ആളുകളുണ്ട്, എല്ലാവരും മറ്റുള്ളവരെ സഹായിക്കുന്നവരാണെന്ന് തോന്നുന്നില്ല.
എന്നാൽ നമുക്ക് ദൈവം നൽകുന്ന, മനുഷ്യന് ദൈവം നൽകുന്ന എല്ലാ സമൃദ്ധിയും നമുക്ക് വേണ്ടി മാത്രമല്ല. ചില ആളുകൾ പറയും, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും മാത്രമല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റുകയില്ല, അതിന് അവർക്കതിന് അവകാശമില്ല എന്ന് പറയും. അത് ശരിയല്ല. നമുക്ക് ലഭിക്കുന്നതെല്ലാം നമ്മുടെ ആവശ്യത്തിലധികമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ തൊടിയിൽ അല്ലെങ്കിൽ കുടിയിൽ എന്തെല്ലാം സാധനങ്ങൾ വളർന്നു വരും. മുരിങ്ങ, അത് കായ്ക്കുമ്പോൾ എന്തോരമാണ്, ഒരു വീട്ടുകാർക്ക് തന്നെ കഴിക്കാവുന്നതിലധികമാണ്. ചിലിമ്പം പുളി എത്ര ഭയങ്കരമാണ്. മാവ്, പ്ലാവ്, ഇതൊക്കെ കായ്ക്കുന്ന അധികമാണ്. ഒരു വീട്ടുകാർക്ക് തിന്നാൽ തീരാത്തതുപോലെ അങ്ങ് ദൈവം തരിക. അതിൻ്റെ അർത്ഥം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി മറ്റുള്ളവർക്കും കൊടുക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകണമെന്നാണ്. പുരാതന അറബികളുടെ ഇടയിലെ നാടോടികൾ ഉണ്ട്. അവരുടെ ഇടയിൽ ഒരു സംസാരമുണ്ട്. അപ്പം എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ പകുതിയുടെ ഓഹരിക്കാരൻ അപരനാണ്. എത്ര മനോഹരമായ ആശയമാണ്. എത്ര പുരാതന മനുഷ്യരാണ്. അവരുടെ ഇടയിൽ അത്രയും മനോഹരമായ ആശയങ്ങളുണ്ടായി. നമ്മൾക്കുള്ളത് പങ്കുവെക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ മരിച്ചാലും നമ്മുടെ ഓർമ്മ നന്നായിരിക്കും. ഇതിനോടനുബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. പ്രസിദ്ധനായ എഴുത്തുകാരൻ OV വിജയൻ, അദ്ദേഹം ബംഗാളിൻ്റെ ഗ്രാമങ്ങൾ കാണാൻ പോയി ഒരിക്കൽ. ഗ്രാമങ്ങളിലെ ജനത്തിൻ്റെ ജീവിതം, പ്രകൃതി, ജീവികൾ എല്ലാം അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ മനോഹരമാണ്. അദ്ദേഹത്തിന് ഒത്തിരി പഠിക്കാനുമുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് നടക്കുമ്പോൾ ഈ ഗ്രാമങ്ങളുടെ ഇടയിൽ ഒരു വലിയ വയലുണ്ട്. ഈ വയലിൻ്റെ നടുവിലൂടെ 2-3 അടി മാത്രം വീതിയുള്ള വരമ്പുണ്ട്. ആ വരമ്പ് വഴിയാണ്. ആ വഴി അദ്ദേഹം നടന്നു പോവുകയാണ്. കുറേ ദൂരം നടന്ന് പോകുമ്പോൾ അദ്ദേഹം മുമ്പിലും പുറകിലും നോക്കിയിട്ട് ആരും കാണുന്നില്ല. എന്നാൽ ആ വയലിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ എതിർഭാഗത്ത് നിന്ന് ഒരു കൊച്ചു പെൺകുഞ്ഞ് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പട്ടിയുണ്ട്. നടന്ന് അടുത്ത് വന്നപ്പോൾ ആ കുഞ്ഞ് അയാളെ നോക്കി കൈകൂപ്പി നമസ്തേജി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട്. അത് കേട്ട് അദ്ദേഹത്തിന് ആ കുഞ്ഞിനോട് വലിയ വാത്സല്യം തോന്നി. കുഞ്ഞിൻ്റെ മുടി പാറിക്കിടക്കുന്നു. 7-8 വയസ്സ്, 6-8 ഇടയ്ക്ക് പ്രായമുള്ളൊരു കുഞ്ഞാണ് എന്ന് തോന്നുന്നു. മുടി പാറിക്കിടക്കുന്നു. അതിനൊരു ചെറിയ അണ്ടർവെയർ പോലെ പീത്ത് കെട്ടുന്ന, വള്ളി കെട്ടുന്ന ഒരു വസ്ത്രം ഒഴിച്ച് ബാക്കിയെല്ലാം നഗ്നമാണ്. അതിൻ്റെ ഓരോ എല്ലുകളും എണ്ണി എടുക്കാവുന്ന തരത്തിലുള്ള കുഞ്ഞാണ്. അതിൻ്റെ വയറ് നട്ടെല്ലിനോട് ഒട്ടിക്കിടക്കുന്നു. എങ്കിലും അവളുടെ മനോഹരമായ ചിരി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വികസിപ്പിച്ചു. അദ്ദേഹത്തിന് ആ കുഞ്ഞിനോട് വലിയ വാത്സല്യം തോന്നി. ഇതിനെന്ത് ഞാൻ കൊടുക്കും എന്ന് വിചാരിച്ച്, അപ്പോഴത്തേനും ആ കുഞ്ഞ് കടന്നു. ആ കുഞ്ഞിന് കൊടുക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടു. അവസാനമായി ഉണ്ടായിരുന്ന ഒരു ബിസ്ക്കറ്റ് അദ്ദേഹം എടുത്തു. തിരിഞ്ഞപ്പോൾ ആ പോയ കുഞ്ഞ് അദ്ദേഹം തിരിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. അദ്ദേഹം അവളെ ആംഗ്യ ഭാഷയിൽ അടുത്തേക്ക് വിളിച്ചു. അവൾ അടുത്തേക്ക് വന്നു. അദ്ദേഹം ഈ ബിസ്ക്കറ്റ് അവൾക്ക് കൊടുത്തു. അവൾ ആ ബിസ്ക്കറ്റ് മേടിച്ചിട്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. എന്നിട്ട് ആ ബിസ്ക്കറ്റ് ഒടിച്ച് അതിൻ്റെ പകുതി അവളുടെ പട്ടിയുടെ വായിലേക്ക് കൊടുത്തു. പോയിട്ട് ബാക്കി പകുതി ആ കുഞ്ഞ് തിന്നു. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഗ്രാമീണ പെൺകുഞ്ഞ് അതിൻ്റെ ഹൃദയത്തിൽ സഹജീവിയോടുള്ള, അതുമായി ബന്ധപ്പെട്ട ജീവിയോടുള്ള ആ വലിയ സ്നേഹം പ്രചരിപ്പിച്ചത് വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ വലിയൊരു പാഠം ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് എത്തി. നാം പങ്കുവയ്ക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. പങ്കുവെക്കുന്നത് അതിമനോഹരമാണ്. പങ്കുവെക്കലിൻ്റെ സൗരഭ്യം ലോകം മുഴുവൻ പരക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.